നിലവിൽ ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു നെക്സ്റ്റ് ലെവൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ട്രെയിനിങ് ആണ് ടീം പോസിറ്റീവയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. എം റൈസ് അപ്പ് എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. റൈസ് അപ്പ്, കൂടുതൽ ഉയരത്തിൽ വളരുക, ഉയർന്നു പറക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പ്രചോദനവും അറിവും സ്കില്ലും ഒക്കെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മാറ്റം ഇനിയും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്കിലും ഇനിയും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം പ്രോഗ്രാമുകൾ, ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പിന്റെ ഗൈഡൻസ് ഓരോരുത്തർക്കും ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു 10-15 സെക്ഷനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ലീപ്പ് പ്രോഗ്രാമാണ്. ലീപ്പ് എന്താണ് ഈ ലീപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ? ലീഡർഷിപ്പ് എനേബിൾമെന്റ് ആൻഡ് അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നേതൃത്വ ശേഷിവൽക്കരണ പുരോഗതിക്കുള്ള പ്രോഗ്രാമാണ്. ആൾറെഡി നേതൃത്വത്തിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ആ നേതൃത്വത്തിൽ വീണ്ടും പുരോഗതി ഉണ്ടാക്കുക, നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് ആ ശേഷി ഉണ്ടാക്കിയെടുക്കുക. നമുക്കറിയാം, ഏതൊരു മേഖലയിലും നമ്മൾ ആ മേഖലയെ സംബന്ധിച്ച അറിവും സ്കില്ലും കോമ്പിറ്റൻസി ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ട്രെയിനിങ്ങുകൾ എന്ന് പറയുന്നത്. എങ്കിലേ നമുക്ക് ആ മേഖലയിൽ ഏറ്റവും നല്ല വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകമായി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ആദ്യത്തെ സെക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ എൻ്റെ പേരിലും ടീം പോസിറ്റീവയുടെ പേരിലും മോദിക്കൻ്റെ പേരിലും ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. പ്ലീസ് ഗിവ് യുവർ സെൽഫ് എ വെരി ഗുഡ് ഹാൻഡ് ഓഫ് പ്ലസ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയും. അങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടോ? ഇനിയും പറഞ്ഞോളൂ. അങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടോ? ഇനിയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നേതൃത്വ തലത്തിലും ബിസിനസിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിലും സ്കില്ലിലും എല്ലാം എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും ആവശ്യമുണ്ട്. അത്യാവശ്യമാണ്. തീർച്ചയായും ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്. ആവശ്യമാണ്. ഓക്കെ ഓക്കെ, എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വിട്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല. കാര്യം ഇത് നമ്മളുടെ ആവശ്യമായി മുന്നോട്ട് വരുമ്പോൾ വിജയിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ധാരാളം ലീഡേഴ്സ് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. എന്നെപ്പോലുള്ള ലീഡേഴ്സ് ഇരിപ്പുണ്ട്. അവർക്കൊക്കെ അറിയാം നമ്മളെല്ലാം വിജയിച്ചത് തന്നെ ഇത്തരത്തിലുള്ള അപ്ഗ്രേഡേഷനിലൂടെയാണ്. അപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസന്റേഷനിലേക്ക് പോവാണ്. ഈ പ്രോഗ്രാമിന്റെ ട്രെയിനിങ്ങിന്റെ ഹൗ ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് ഡിഫറെന്റ് ആൻഡ് ബെസ്റ്റ് ഫ്രം ജോബ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ മേഖല എങ്ങനെയാണ് സാധാരണ തൊഴിൽ നിന്നും
പരമ്പരാഗത ബിസിനസ്സിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? നമ്മൾ ഇതിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും, അത് ശരിയാണ്. പക്ഷെ ഇതൊരു അപ്ഗ്രഡേഷനാണ്. അപ്പൊ എന്താണിത്? എന്തുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നത്? അവരൊരു പ്രൊഫഷണലായി ഏറ്റെടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് കടന്നു വരുന്നത്? അതിനൊരു 5-6-7 റീസൺസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായി മണി മേക്കിംഗ് അഥവാ വെൽത്ത് ക്രിയേഷൻ. എങ്ങനെയാണ് ഒരു ജോലിയും കൺവെൻഷണൽ ബിസിനസ്, ഇപ്പൊ നാട്ടിൽ നടന്നു വരുന്ന ബിസിനസ്സുകളുണ്ടല്ലോ, പലരും ചെയ്യുന്ന ബിസിനസ്സുകളുണ്ടോ? പലരോട് നമ്മൾ ചോദിക്കുമ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ബിസിനസ് ആണെന്ന് പറയും. അപ്പൊ അവർ ചെയ്യുന്ന കൺവെൻഷണൽ ബിസിനസ് ആണ്. ചിലരോട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ജോലി ഉണ്ടെന്ന് പറയും. നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഡയറക്റ്റ് സെല്ലേഴ്സ് ആണെന്നാണ് പറയുന്നത്, കൺസൾട്ടൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യമായിട്ടുള്ള പ്രത്യേകതകളാണ് ഞാൻ നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ജോലിയിൽ നമുക്കൊരു ബില്യണർ ആകണം, കോടീശ്വരനാകണം എന്ന് പറഞ്ഞാൽ സാധ്യമായ കാര്യമല്ല. കാര്യം ഒരു 95% ജോലിയിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ശമ്പളമാണ് കിട്ടുന്നത്. ജോലിയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളം മാത്രമേ അവിടെ നിന്ന് നൽകുകയുള്ളൂ. അതുകൊണ്ട് ഒരു ജോലി ചെയ്ത ഒരാൾക്ക് ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടുക എന്ന് പറഞ്ഞാൽ, വലിയ സമ്പന്നരാകുക അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ഇഷ്ടംപോലെ സ്വത്തുണ്ടാവണം, അസറ്റ് ഉണ്ടാവണം. പക്ഷെ ഒരു ജോലിയെ മാത്രം ആശ്രയിച്ചു പോകുന്ന കുടുംബങ്ങൾക്ക് മിക്കവാറും നമ്മൾ കാണുന്നത് അവരെന്നും കുറെ കടങ്ങളുമായിട്ട് ജീവിച്ചു മരിക്കുന്നതാണ്. അടുത്ത ജനറേഷന് കുറെ കടങ്ങൾ കൊടുക്കും. ലോണ്, വീട് വെച്ചത്, വണ്ടി വാങ്ങിയത്, വസ്തു വാങ്ങിയത്, മക്കളെ അയച്ചത്, അങ്ങനെയുള്ള കടങ്ങളുമായിട്ടാണ് പലപ്പോഴും ഒരു ജോലിയുള്ള ആൾക്കാരുടെ ജീവിതം അവസാനിക്കുന്നത്. കാര്യം അയാൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിൻ്റെ ബെനിഫിറ്റാണ് അയാൾ ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ അവിടെ വെച്ച് അതിൻ്റെ വരുമാനം തീർന്നു. പക്ഷെ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരാൾക്കൊരു മൾട്ടി ബില്യൺ അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കണമെങ്കിൽ ധാരാളം കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ധാരാളം റിസ്ക് ഉണ്ട്. കാര്യം കോടികൾ മുടക്കണം, കൂടുതൽ ആൾക്കാരെ അപ്പോയിന്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാന്ന് വെച്ചാൽ അവർക്ക് ശമ്പളം കൊടുക്കണം, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കണം. ഇനി നമ്മൾ തുടങ്ങിയ ബിസിനസ്സിന് ശരിയായ രീതിയിൽ മാർക്കറ്റിംഗ് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പരാജയത്തിലായി പോകും. അപ്പൊ വിജയത്തിനേക്കാൾ പരാജയങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ട്രഡീഷണൽ ബിസിനസ്സിലൂടെ സമ്പന്നനാകണമെന്നുണ്ടെങ്കിൽ വളരെ കാലം ആ ബിസിനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 10, 30, 40 വർഷങ്ങൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു സമ്പന്നനായി മാറാൻ കഴിയൂ. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർക്ക്, ഇതിൻ്റെ സിസ്റ്റവും രീതികളും നന്നായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വെറും 5 വർഷം കൊണ്ട് അവർക്ക് ബില്യണേഴ്സ് ആകാൻ കഴിയും എന്നുള്ളതാണ് മണി മേക്കിങ്ങിന്റെ കാര്യത്തിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഈ ഒരു പ്രത്യേകത കൊണ്ട് ആണ് ധാരാളം ചെറുപ്പക്കാരും ധാരാളം ആൾക്കാരും ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നത്. അവരിത് ഇതിനെ ശരിയായി മനസ്സിലാക്കിയ ആൾക്കാർ അവര് ജീവിതത്തിന്റെ ഭാഗമായിട്ട് രക്തത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് അലിഞ്ഞു ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കാര്യം അവരൊക്കെ ഭയങ്കരമായ മാറ്റങ്ങൾ ഈ 5 വർഷം കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷം കൊണ്ട് ഒരു ബില്യണർ ആകാൻ കഴിയുന്ന, ഇന്നൊന്നും ഇല്ലാത്തവൻ ഒരു ബില്യണർ ആകാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്, ഒരു ബിസിനസ്സാണ്, ഒരു പ്രൊഫഷനാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ജോബും ട്രഡീഷണൽ ബിസിനസ്സും ഈ ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഉള്ള വ്യത്യാസം. ഇനി രണ്ടാമത്തെ
ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടൈം കോമ്പൗണ്ടിങ്ങിലാണ്. സമയം സംയുക്തമാക്കുന്ന, കൂട്ടിച്ചേർക്കുന്ന സംവിധാനം. നമുക്ക് നോക്കാം, ഒരു ജോലിയിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സമയം കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമ്മളെ സമയം കോമ്പൗണ്ട് ചെയ്ത് കൊടുക്കും. അല്ലാതെ അതുകൊണ്ട് മറ്റുള്ള 100 ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ സമയം ഒരിക്കലും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. ജോലിയിൽ അത് നടക്കുകയില്ല. ഇനി കൺവെൻഷണൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ, ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് കോമ്പൗണ്ടിങ് സിസ്റ്റമാണ്. കാര്യം കൂടുതൽ ആൾക്കാരെ പണിയെടുപ്പിച്ചുകൊണ്ട്, ജോലി എടുപ്പിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കേണ്ടി വരും. കൂടുതൽ ആൾക്കാരെ പണിയെടുപ്പിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. കൂടുതൽ ആൾക്കാരെ പണിയെടുപ്പിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തേണ്ടി വരും. എങ്കിലും ലിമിറ്റഡ് ആണ്. ചിലപ്പോൾ ഒരു 10 പേര് 100 പേര് ഒക്കെ നമുക്ക് ചിലപ്പോൾ എംപ്ലോയ് ചെയ്ത്, കോടികളുണ്ടെങ്കിൽ എംപ്ലോയ് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് അവരുടെ സമയം കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, ഡയറക്റ്റ് സെല്ലിങ്ങിൽ ലോകം കണ്ടതിൽ ഏറ്റവും അതിശയകരമായി 8ാമത്തെ അത്ഭുതം എന്ന് പറയുന്ന ടൈം കോമ്പൗണ്ട്, സമയം സംയുക്തപ്പെടുത്തി. നമ്മുടെ ടീമിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരുടെ സമയം ഒരു ദിവസം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. 1000 ആൾക്കാരായിട്ട് വർദ്ധിക്കാന്നുണ്ടെങ്കിൽ 1000 ആൾക്കാരുടെ സമയം ഒരു ദിവസം നമുക്ക്, ഓരോ ദിവസവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. 10,000 ലക്ഷങ്ങളുമുള്ള ആൾക്കാരുടെ സമയം ജീവിതത്തിൽ കോമ്പൗണ്ട് ചെയ്തുകൊണ്ട്, സംയോജിപ്പിച്ചുകൊണ്ട് അവരുടെയും നിങ്ങളുടെയും ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ ഒരാശയമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്കൊരു തൊഴിലിലോ പരമ്പരാഗത ബിസിനസ്സിലോ നിങ്ങൾക്ക് ലഭിക്കില്ല. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് മിസ്റ്റേക്കിലാണ്, തെറ്റുകൾ സംഭവിക്കുന്ന കാര്യത്തിലാണ്. വളരെ രസകരമാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയാൽ തന്നെ എന്ത് രസമാണ് ഇത് ചെയ്യാനെന്നറിയാമോ? നോക്കിക്കോളൂ, ജോബിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ തുടർച്ചയായി തെറ്റുകൾ വരുത്താൻ സാധിക്കില്ല. കാര്യം തെറ്റുകൾ വരുത്തിയാൽ തന്നെ മെമ്മോ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. സാധാരണഗതിയിൽ ഒരു തെറ്റ് പറ്റിയാൽ പോലും അടുത്ത ദിവസം മെമ്മോ കിട്ടും. പിന്നെ തുടർച്ചയായി നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിയുടെ നിലനിൽപ്പ് പോലും ചലഞ്ചിങ് ആവും. ഇനി ബിസിനസ്സിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുത്താൻ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. കാര്യം അത് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്, ആരും നിങ്ങളോട് ചോദിക്കാനില്ല. പക്ഷെ ജോലിയിൽ അങ്ങനെയല്ല. മിസ്റ്റേക്ക് പറ്റിയാൽ നിങ്ങളുടെ സീനിയർ ചോദിക്കും, മേളിലുള്ള ആൾക്കാർ ചോദിക്കും, അവരോട് മറുപടി പറയാൻ നിങ്ങൾക്ക് ചിലപ്പം ശരിയായ രീതിയിൽ പറയാൻ പറ്റില്ലെന്നിരിക്കും, നിങ്ങളെ പണിഷ് ചെയ്യും. പക്ഷെ ബിസിനസ്സിൽ നമ്മുടെ സ്വന്തം ബിസിനസ് ആയിട്ട് നമുക്ക് മിസ്റ്റേക്സ് പറ്റാം. പക്ഷെ ബിസിനസ്സിൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കിന്റെ ഫലം ചിലപ്പം ലക്ഷങ്ങളുടെ, കോടികളുടെ നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും. നിങ്ങളുടെ ബിസിനസിന്റെ ഭാവിയെ തന്നെ ചിലപ്പം ബാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് അവിടെയും മിസ്റ്റേക്കുകൾ പറ്റിയാലും തുടർച്ചയായ മിസ്റ്റേക്കുകൾ ഒരിക്കലും നമുക്ക് അവിടെ ഒരു ബിസിനസ്സിൽ നമുക്ക് വരുത്താൻ കഴിയില്ല. ഇവിടെയാണ് ഡിയർ ഫ്രണ്ട്സ് ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രാധാന്യം. ഡയറക്റ്റ് സെല്ലിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാം, തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിപ്പിക്കാം, തെറ്റുകൾ ചെയ്യാം നിങ്ങൾക്ക്. കാര്യം ഇവിടെ തെറ്റുകൾ ചെയ്യുന്നതിലൂടെയാണ് എങ്ങനെയാണ് ശരിയായി ബിസിനസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത്. അത് മാത്രവുമല്ല, നിങ്ങൾ ഇവിടെ ഒരു തെറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവര് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് നിങ്ങളുടെ അതേ പാതയിൽ വളർന്നു വന്ന ആൾക്കാരാണ്. ഇതേ മിസ്റ്റേക്കുകൾ അവർക്ക് പറ്റിയിട്ട് അവർ വിജയിച്ച ആൾക്കാരാണ്. അപ്പൊ ആ മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ നേരിടണം, എങ്ങനെ നമ്മൾ അത് ഓവർകം ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഇവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്.
ഞാൻ പറയുന്നത് നിങ്ങൾ ധാരാളം മിസ്റ്റേക്കുകൾ വരുത്തണം. കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തുന്ന ആൾക്കാരാണ്, തെറ്റുകൾ വരുത്തുന്ന ആൾക്കാരാണ് ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കുന്ന ആൾക്കാർ. കാര്യം അവരപ്പോൾ കൂടുതൽ പഠിക്കും. കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ തെറ്റുകൾ പറ്റും. അതിൽ നിന്നാണ് നമുക്ക് വിജയത്തിലേക്കുള്ള പടികൾ. ഓരോ തെറ്റുകളും നമ്മുടെ വിജയത്തിലേക്കുള്ള പടികളായി ചവിട്ടിക്കയറാൻ സഹായിക്കുന്ന ലോകത്തെ അത്ഭുതകരമായ ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ് മിസ്റ്റേക്ക് ബിസിനസ് എന്ന് പറയുന്നത്. ഇവിടെ ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും ഒന്നോ രണ്ടോ മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തും. കാര്യം മൂന്നാമത്തെ മിസ്റ്റേക്കിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ കടന്നു വന്ന് പ്രവർത്തിക്കണം. ധാരാളം റിജക്ഷൻസ് വരുന്ന മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആദ്യ കാലങ്ങളിൽ ആവേശത്തിൽ പലരോടും ഈ ബിസിനസ് ഓടിപ്പോയി പറയും. അവരൊക്കെ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളോടൊപ്പം അവർ ഈ ബിസിനസ് ചെയ്യില്ല. അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്. സാരമില്ല ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ വീണ്ടും വീണ്ടും മിസ്റ്റേക്കുകൾ ചെയ്തോളൂ. ഒരു സമയം ഇത് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാൾ നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിച്ചിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ മിസ്റ്റേക്കുകൾ ചെയ്യുന്നത് നിർത്താതിരുന്നാൽ മതി ഡിയർ ഫ്രണ്ട്സ്. സോ ഇതൊരു വളരെ അതിശയകരമായ ബിസിനസ്സാണ്. നമ്മളെ കൺവെൻഷണൽ ബിസിനസ് പോലെയോ ജോലി പോലെയോ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ യജമാനന്മാരില്ല ഈ ബിസിനസ്സിനകത്ത്, സപ്പോർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് സെല്ലിംഗ്. ഇനി ജോലിയിലാണെങ്കിലോ യജമാനന്മാരുടെ ഒരു കേളി രംഗമാണ് ജോലി എന്ന് പറയുന്നത്. ആരാണ് ഈ ബോസ്? നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ പണിഷ്മെന്റ് തരും, നീ ഇന്ന് അവധിയാണെങ്കിലും ജോലിക്ക് വരണം, നമ്മളെപ്പോ റെസ്റ്റ് എടുക്കണം, നമ്മളെപ്പോ ജോലി ചെയ്യണം, നമ്മളെങ്ങനെ ചിന്തിക്കണം, നമ്മളെങ്ങനെ എഴുതണം, നമ്മളെങ്ങനെ നടക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബോസാണ്, നിങ്ങളുടെ യജമാനനാണ് ജോലിയിൽ. നിങ്ങൾക്കൊരിക്കലും ജോലിയിൽ നിങ്ങൾക്ക് ബോസ് ആവാൻ കഴിയില്ല, യജമാനനാവാൻ കഴിയില്ല. കാര്യം നിങ്ങളുടെ മേളിൽ ഇഷ്ടം പോലെ യജമാനന്മാരുണ്ടാവും. ഈവൻ കേരളത്തിലെ ചീഫ് സെക്രട്ടറി പോലും അദ്ദേഹത്തിന്റെ മേളില് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇനി മിനിസ്റ്റേഴ്സിന്റെ മേലിലോ അവരുടെ മേലിൽ പാർട്ടിയുണ്ട്. വലിയ വലിയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവര് നിയന്ത്രിക്കും, അവര് പറയും. ഓരോ ചീഫ് സെക്രട്ടറി IAS കാരനാണ്, IPS കാരനാണ്. നിങ്ങൾ വിചാരിക്കും പോലീസ് ഉദ്യോഗം ഏറ്റവും കൂടുതൽ ബോസുമാരുള്ള മേഖലയാണ് പോലീസ്. നമ്മൾ ധരിച്ചിരിക്കുന്ന പോലീസ് എന്ന് പറഞ്ഞാൽ വലിയ ബോസ് ആണെന്നാണ്. ആ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ മേളിൽ എത്രയോ ബോസുമാരുണ്ടെന്നറിയാവോ? യഥാർത്ഥത്തിൽ ഈ ബോസുമാരെ കൊണ്ട് നിവർത്തി കെട്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ബിസിനസ്സിൽ, കൺവെൻഷണൽ ബിസിനസ്സിൽ ബോസ് ഇല്ല. കാര്യം ഇത് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്. പക്ഷേ അവിടെ ബിസിനസ്സാണ് നിങ്ങളുടെ ബോസ്. നിങ്ങളൊരു പരമ്പരാഗത ബിസിനസ് ചെയ്യണം. നിങ്ങൾക്കൊരു ഈവൻ ഒരു പലചരക്ക് കടയുണ്ടെങ്കിൽ ആ കടയാണ് നിങ്ങളുടെ ബോസ്. നീ എപ്പോ ഉറങ്ങണം, എപ്പോ എഴുന്നേൽക്കണം, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കാൻ പറയും, പാല് വരും. നിന്റെ ഉറക്കം പോലും തീരുമാനിക്കുന്നത് ആ ബിസിനസ്സാണ് ഡിയർ ഫ്രണ്ട്സ്. അപ്പം നമുക്കൊരു ഒരു ആവശ്യത്തിന് ലീവ് എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് പല കുടുംബകാര്യങ്ങൾക്ക് പോകാനോ മക്കളുടെ കാര്യങ്ങൾക്ക് പോകാൻ പോലും ഒരു കൺവെൻഷണൽ ബിസിനസ് ഉണ്ടെങ്കിൽ പറ്റില്ല. സ്ട്രെസ്, ബോസ്, ബിസിനസ്സാണ് ബോസ്. കാര്യം ഈ ബിസിനസ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. കണ്ടോ, ബോസിന്റെ സ്ഥാനമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷെ ഡിയർ ഫ്രണ്ട്, ഡയറക്റ്റ് സെല്ലിങ്ങിൽ ബോസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. ഇവിടെ ഒരാളും ബോസ് അല്ല, അപ്ലൈനും ബോസ് അല്ല, മാനേജർമാരും ബോസ് അല്ല, സമീർ മോഡി സാറും ബോസ് അല്ല. അദ്ദേഹം നമ്മളെ വിളിക്കുന്നത് പാർട്ട്നേഴ്സ് എന്നാണ്, പാർട്ട്ണർ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഇവിടെ ഒരു യൂസറായി കടന്നു വരുന്ന ഒരു കൺസൾട്ടന്റ്, അഡ്വൈസർ പോലും ബിക്കം എ ലീഡർ. അവരൊരു ലീഡറായിട്ടാണ്, വഴികാട്ടിയായിട്ട്, നയിക്കുന്നവനായിട്ടാണ്
ഡയറക്റ്റ് സെല്ലിംഗ് കാണുന്നത്. കാര്യം നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ പോലും നിങ്ങളൊരു ലീഡറാണ്. ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ അനുഭവങ്ങളാണ് അവിടെ ഷെയർ ചെയ്യാൻ കഴിയുന്നത്. മറ്റുള്ളവർക്ക് പാത കാണിച്ചു കൊടുക്കാൻ, മറ്റൊരു യൂസർക്ക് പാത കാണിച്ചു കൊടുക്കാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് ബിസിനസ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഒരു യൂസർ ആണെങ്കിൽ പോലും മറ്റൊരു യൂസർക്ക് നിങ്ങളൊരു ലീഡറാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, യെസ്, മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമില്ല. ഇഷ്ടപ്പെടുന്നുണ്ടോ സബ്ജക്ട്? ഉണ്ട്. യെസ്, ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയറാ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതിനകത്ത് ഈ ബിസിനസ്സിനകത്ത് ബോസ് ഇല്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ബോസ്. കണ്ടോ, ഇപ്പോഴാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത്. നമ്മൾ നിൽക്കുന്ന മേഖലയെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ ഇൻ ഡയറക്ട് സെല്ലിംഗ് യു ബിക്കം എ ലീഡർ ഫ്രം യൂസർ ഇൻ ഡയറക്ട് സെല്ലിംഗ്. കണ്ടോ, നോ ബോസ്, ഓൺലി സപ്പോർട്ടേഴ്സ്. ഇവിടുത്തെ അപ്ലയൻസ് ഒക്കെ എന്ന് പറഞ്ഞാല് അവര് സപ്പോർട്ടേഴ്സ് ആണ്. നമ്മളെ ബാങ്ക് ചെയ്യുന്നില്ല. ശബരിമലയിൽ നമ്മൾ 18ാം പടി കയറുമ്പോൾ ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പൊക്കി അങ്ങ് വിടും. അതുപോലെ പൊക്കി വിടാൻ തയ്യാറുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ നേരിട്ടിട്ടുള്ള എല്ലാ ചലഞ്ചസും നേരിട്ട് വിജയത്തിലൂടെ വിജയശ്രീ ലാളിതരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് സീനിയേഴ്സ് എന്ന് പറയുന്നത്. അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക, ഒപ്പം നിന്ന് പ്രവർത്തിക്കുക. അപ്പൊ ഇവിടെ ബോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ പ്രവർത്തിക്കണം, എത്രത്തോളം പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എത്ര വരുമാനം ഉണ്ടാക്കണം, എല്ലാം നമുക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും. ഇനി നമ്പർ 5, പർപ്പസ്, ഉദ്ദേശം. നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. നിങ്ങൾ ഒരു പ്രൈവറ്റ് മുതലാളിയാണ് എംപ്ലോയി ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു കടയിൽ നിങ്ങളൊരു ഒരു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ, ഞാൻ ഉദാഹരണം പറയാണ്, ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ടെക്സ്റ്റൈൽ മുതലാളിക്ക് വേണ്ടിയിട്ടാണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാക്കി ഒരിക്കലും വർക്ക് ചെയ്യാൻ കഴിയില്ല ഒരു തൊഴിലിൽ. ഇനി നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ട്. അവിടെ നിങ്ങൾ കുറച്ച് ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ബിസിനസ്സുകാരന്റെ പർപ്പസിന് വേണ്ടിയിട്ട്, അയാളുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ലുലു മാളിന്റെ ഓണർ ഭയങ്കര കോടീശ്വരനാണ്. ആയിരക്കണക്കിന് ആൾക്കാരെയാണ് അദ്ദേഹം ഇപ്പം ട്രിവാൻഡ്രത്തെ ലുലു മാളിൽ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ബിസിനസ്സുകാരന് ഒരു പർപ്പസ് ഉണ്ട്. കാര്യം അയാളുടെ ബിസിനസ് വളർത്തുക എന്നുള്ളതാണ്, അയാളുടെ സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ്. അല്ലാതെ അവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യമോ ഉദ്ദേശമോ, ഏതെങ്കിലും ഒരു തൊഴിലാളിയെ കോടീശ്വരനാക്കാനുള്ള പർപ്പസോ അവിടെ ഒരിക്കലും ഇല്ല. അപ്പൊ ബിസിനസ്സിൽ അങ്ങനെയാണ്. ആൾക്കാരെ ആ ബിസിനസ്സുകാരന്റെ ഉദ്ദേശത്തിന് വേണ്ടി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ഇൻ ഡയറക്ട് സെല്ലിംഗ് ഇവിടെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഒരു പർപ്പസ് ഉണ്ട്, ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഓരോ ആൾക്കാരും വർക്ക് ചെയ്യുന്നത്. നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ടീമിന് അവർക്ക് ഓരോരുത്തർക്കും ഒരു പർപ്പസ് ഉണ്ടാവും. ഒന്നുകിൽ അവർക്ക് അധിക വരുമാനം ഉണ്ടാക്കുക, വിദേശ യാത്ര ചെയ്യുക, കാറ് മേടിക്കുക, അല്ലെങ്കിൽ ഒരു കോടീശ്വരനാകുക, പണം സമ്പാദിക്കുക, എന്തോ ആയിക്കോട്ടെ. അപ്പം ഇവിടെ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന, എല്ലാവരുടെ ഉദ്ദേശത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സഹകരണ പ്രസ്ഥാനം പോലെ ഈച്ച് ഫോർ ആൾ ആൻഡ് ആൾ ഫോർ ഈച്ച് എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത്രയും മനോഹരമായ ഒരു മേഖല നമുക്ക് വേറെ എവിടെ കാണാൻ കഴിയും? ലേണിംഗ്. നമ്മൾ ജോലി കിട്ടാൻ വേണ്ടിയാ പഠിക്കുന്നത്. പഠനം
പക്ഷേ എപ്പോഴാണ് ആ ജോലി കിട്ടുന്നത് അപ്പോഴും നമ്മൾ പഠനം സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ബിസിനസ്സുകാർ പഠിക്കണം. ബിസിനസ്സുകാരെ ട്രെയിനിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യാന്ന് പറയാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് അവർ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ഫീ തന്നെ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും ബിസിനസ് ട്രെയിനേഴ്സ്. വിദേശത്തൊക്കെ പോയായിരിക്കും, അത് വളരെ എക്സ്പെൻസീവ് ആണ് ബിസിനസ്സുകാരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഡിയർ ഫ്രണ്ട്സ്, മോഡി കെയർ ഇതൊരു പ്രൊഫഷനാണ്, ഇതൊരു ബിസിനസ്സാണ്. പക്ഷെ ഡയറക്ട് സെല്ലിങ്ങിൽ ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് വരുത്താവുന്ന മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. കാര്യം ഓരോ വീഴ്ചകളിലും നമ്മൾ പഠിക്കുകയാണ്. അതാണ് അടുത്ത ചവിട്ടുപടിയാകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഓരോ ട്രെയിനിങ്ങുകളും നമ്മൾ പഠിക്കുകയാണ്. ചില ആൾക്കാർ ഒറ്റ ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തും. അവൻ അങ്ങനെ വിജയിച്ച ഒരാളെ പോലും ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് വന്ന ഞാൻ കേട്ടല്ലോ, കേട്ടത് തന്നെയായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എത്ര സക്സസ്ഫുൾ ആയിട്ട് മറ്റുള്ളവരോട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയും? ഇവിടെ പഠിത്തം എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ്സിനോടൊപ്പം വളരുന്നതിനോടൊപ്പം നമ്മളെ ലേണിങ്സ്, ലേൺ മോർ ഏൺ മോർ. അപ്പൊ ഇവിടെ ബിസിനസ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഹൗ ടു ബി സക്സസ്ഫുൾ ലൈഫ്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാൻ കഴിയും? നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം, നമ്മുടെ സാമ്പത്തികമായുള്ള അച്ചീവ്മെന്റ്, നമ്മുടെ ഫാമിലിപരമായ അച്ചീവ്മെന്റ്സ്. ഇവിടെ രവിചേട്ടൻ എപ്പോഴും വന്ന് പറയാറുണ്ട്, ഞാൻ എൻ്റെ 2 മക്കളെ പഠിപ്പിച്ച് മോഡി കെയറിലൂടെ പഠിപ്പിച്ച് 2 പ്രൊഫഷണൽസ് ആക്കി. പ്ലീസ് ഗിവ് മി എ വെരി ഗുഡ് ഹാൻഡ് ഓഫ് ക്ലാസ്. രാംദാസ് സാർ വന്ന് പറയാറുണ്ട്, ഞാൻ നിരവധി വിദേശ യാത്രകൾ മോഡി കെയറിലൂടെ ചെയ്തു കഴിഞ്ഞു. അതുപോലെ നമ്മളെ പ്രകാശ് സാറ് എന്തെല്ലാം നേട്ടങ്ങളാണ്, ലക്ഷങ്ങൾ പ്രതിമാസ വരുമാനം നേടുകയാണ്. അങ്ങനെ എത്ര ആൾക്കാർ. അപ്പം ഇവരൊക്കെ ഈ നേട്ടങ്ങൾ നേടുന്നതിനോടൊപ്പം തന്നെ വീണ്ടും പഠിക്കുകയാണ്, വീണ്ടും ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാണ്. നോക്കിയേ, അപ്പം ജോലിയിലോ ബിസിനസ്സിലോ സംഭവിക്കാത്ത കാര്യമാണ്. ഒരിക്കലും ഒരു ജോലി സ്ഥലത്ത് നമ്മൾ എങ്ങനെ സന്തോഷകരമായി ജീവിക്കണമെന്ന് അവർ പഠിപ്പിക്കത്തില്ല. നിങ്ങളെ കുടുംബത്തോടൊപ്പം പോയി ഇഷ്ടം പോലെ ആർമാദിക്കാൻ പഠിപ്പിക്കത്തില്ല. മോഡി കെയറിൽ നമ്മൾ പറയുന്നത്, നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബമാണ് ഏറ്റവും വലുത്. അവരോടൊപ്പം സന്തോഷകരമായി നിങ്ങൾ ആസ്വദിക്കണം ജീവിതം. അതിനാണ് ഇതിനകത്ത് പണം ഉണ്ടാക്കുന്നത്. അതിന് കമ്പനി വിദേശ യാത്ര തരുന്നു, ലൈഫ് സ്റ്റൈൽ എൻഹാൻസ് ചെയ്യാൻ കാർ ഫണ്ട് തരുന്നു, വീട് വയ്ക്കാൻ പണം തരുന്നു, പാസീവ് ഇൻകം തരുന്നു. കണ്ടില്ലേ? ദെൻ ഈ ബിസിനസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എ ബിസിനസ് വിത്ത് ഹോണസ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി. വളരെയധികം വിശ്വാസതയുള്ള ആർക്കാണോ വിശ്വാസത ടീമിൽ ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്. ചില ആൾക്കാരുണ്ട്, വന്ന് കുറച്ച് ദിവസം പ്രവർത്തിച്ചിട്ട് കളഞ്ഞിട്ട് വേറെ കമ്പനിയിൽ പോകും. അവരൊക്കെ വന്ന അവരുടെ ജീവിതത്തിലെ ഒരു രീതിയാണ് ഈ പല കമ്പനിയിൽ നടക്കുക എന്നുള്ളത്. ഒരിക്കലും വിശ്വാസതയുള്ള ആൾക്കാരല്ല. 10-70 വയസ്സുള്ള ഒരാളിപ്പോ പോയിട്ടുണ്ട്. നമുക്ക് അതിശയം തോന്നി, ഇത്രയും പ്രായമുണ്ടായിട്ട് പോലും ഇത്രയും വിവരമില്ലാതെ പോയോ എന്ന് നമുക്ക് സംശയം തോന്നും. കാര്യം അവിടെ ഈ ഓരോ സമയം 6 മാസം ഒരിക്കൽ വന്ന് ഒരു കമ്പനിയുടെ കാര്യം പറയുമ്പം എത്ര വിശ്വാസതയുണ്ടാവും. ഈ ബിസിനസ് എന്ന് പറയാൻ വിശ്വാസത്തിന്റെ ബിസിനസ്സാണ്. നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു എന്ന് നിങ്ങളുടെ ടീമിന് ബോധ്യപ്പെടുമ്പോഴാണ്, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് എന്ന് നിങ്ങളുടെ ടീമിന് തോന്നുമ്പോഴാണ് ഈ ബിസിനസ്സിൽ നമുക്ക് വലിയ ടീമുകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. ആൾക്കാർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ആ ട്രാൻസ്പെറൻസി, അവരുടെ കാര്യങ്ങളിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടലി ഫ്രീ ആണ്. ഇനി 7, നോട്ട് ദി ലീസ്റ്റ്, അവസാനത്തതല്ല, നിലയ്ക്കാത്ത പാസീവ് ഇൻകം, നിലയ്ക്കാത്ത തലമുറ കൈമാറാൻ കഴിയുന്ന വരുമാനം. എന്താണ് ഡയറക്ട് സെല്ലിങ്ങിലെ പ്രത്യേകത? ജോബിൽ നോക്കിയേ, അങ്ങനെയുള്ള സംഭവം ലിമിറ്റഡാ, ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പൊ ഞാനൊരു ബാങ്കിന്റെ മാനേജറായി റിട്ടയർ ചെയ്ത ആളാ. എൻ്റെ മോനെ അവിടെ മാനേജരാക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റത്തില്ല. ലിമിറ്റഡാ, ഇല്ലെന്ന് തന്നെ പറയാം.
പക്ഷേ ബിസിനസ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്താൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കത് കൈമാറാം. ഈ ജെബി സാർ എന്ന് പറഞ്ഞ സാറ് ബിസിനസ് ചെയ്യാൻ വളരെ മിടുക്കനായിരുന്നു. അദ്ദേഹത്തിന്റെ കൺവെൻഷണൽ ബിസിനസ് ഉണ്ടായിരുന്നു, മോഡിക്കർ ബിസിനസ് ഉണ്ടായിരുന്നു. അദ്ദേഹം 5 വർഷം മുമ്പ് മരിക്കുന്ന സമയത്ത് മോഡിക്കർ ബിസിനസ് ഒന്ന് നന്നായിട്ട് അദ്ദേഹം 5 വർഷം ചെയ്തിട്ടാ പോയത്. 4.5 ലക്ഷം രൂപ പ്രതിമാസ വരുമാനമുണ്ട് ഫാത്തിമ ജെബിസിന്. അവർക്ക് മോഡിക്കറിലും ഒരു എക്സ്പീരിയൻസും ഇല്ല, കൺവെൻഷണൽ ബിസിനസ് ചെയ്യാനും അവർക്ക് അറിയില്ല. ജെബിസാറ് നടത്തിക്കൊണ്ടുവന്ന കൺവെൻഷണൽ ബിസിനസ്സുകളെല്ലാം പരാജയത്തിലായി, ലക്ഷങ്ങളുടെ നഷ്ടത്തിലായി. ഡിയർ ഫ്രണ്ട്സ്, ആ മാഡം തന്നെ ഒരു മീറ്റിംഗിൽ വന്ന് പറഞ്ഞാണ് അവരെ ഇന്ന് ആ ബിസിനസ് പോലും ചെയ്യാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മോഡിക്കറിലൂടെ പ്രതിമാസം കിട്ടിയ 4-4.5 ലക്ഷം രൂപയാണ്. അതിനു പുറമെ ഫോറിൻ ട്രിപ്പിന്റെ ഫണ്ടിൽ ഒരു 10-25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് സാറിന് ഒരു 55 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇതൊക്കെ സാറ് മരിച്ചു കഴിഞ്ഞപ്പം സമീർ മോഡി സാറ് റിലീസ് ചെയ്ത് കൊടുത്തു. ഇന്ന് ആ കുടുംബത്തിന്റെ അത്താണി എന്ന് പറയുന്നത് മോഡിക്കറിലെ പാസീവ് ഇൻകമാണ്. കൺവെൻഷണൽ ബിസിനസ്സുകൾ എല്ലാം നഷ്ടത്തിൽ പോയി. കാര്യം അവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല മരിച്ചതിന് ശേഷം. പക്ഷെ ഡയറക്റ്റ് സെല്ലിംഗ്, ഡിയർ ഫ്രണ്ട്സ്, ഡയറക്റ്റ് സെല്ലിങ്ങിൽ നിങ്ങളെപ്പോലെ നിങ്ങളെക്കാൾ മിടുമിടുക്കരായ ആൾക്കാർ നിങ്ങളുടെ ടീമിൽ വന്ന് അവർ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യും. സോ നിങ്ങളുടെ ടീമിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ, പണം വരവ് ഒരിക്കലും നിലയ്ക്കത്തില്ല. അത് നിങ്ങളുടെ ആജീവനാന്തകാരം. നിങ്ങൾക്ക് ഇനി ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വരുമാനം വന്നുകൊണ്ടേയിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, ജനറേഷൻ ടു ജനറേഷൻ. നിങ്ങൾക്ക് ജീവിച്ചിരിക്കെ തന്നെ നിങ്ങൾക്കൊരു 2, 3, 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ, നിങ്ങളൊരു റെഡ് ഡയമണ്ടോ ബ്ലൂ ഡയമണ്ടോ ആണെങ്കിൽ, നിങ്ങളുടെ ബ്ലൂ ഡയമണ്ട് പൊസിഷനും ഈ 5 ലക്ഷം രൂപയുടെ വരുമാനം ഉൾപ്പെടെ നിങ്ങളുടെ മക്കൾക്ക് ജീവിച്ചിരിക്കെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും മറ്റൊരാൾക്ക് നിങ്ങളുടെ മോഡിക്കറിന്റെ ബിസിനസ്. ഇതൊന്നുമല്ല നിങ്ങളുടെ കാലശേഷം അടുത്ത തലമുറയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. തലമുറ കൈമാറാൻ പറ്റുന്ന ഇത്രയും മഹത്തായ, ഒരു ബോസ് ഇല്ലാത്ത, ലക്ഷങ്ങളും കോടികളും ഒന്നും മുടക്കണ്ടാത്ത, നിങ്ങളുടെ വിശ്വാസതയുടെ പേരിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മാത്രം കൊണ്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന ലോകത്ത് അതിശയകരമായ ബിസിനസ് മോഡിക്കർ അല്ലാതെ വേറെ ഏതാണ്? ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത്, ഇനി കിട്ടാൻ പോകുന്നത് വേറെ ഏതാണ്?